ദുരൂഹതയുടെ നിഴലിൽ തന്നെയാണ് സെയ്ഫ് അലി ഖാൻ്റെ ആക്രമണം ഇപ്പോഴും തുടരുന്നത്. പോലീസ് പുതിയൊരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്ത്രീയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുഖുമോനി ജഹാംഗീർ ഷെയ്ഖ് എന്നാണ് അവരുടെ പേര്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന സെരിഫുൾ ഇസ്ലാം, അവരുമായിട്ട് ഈ സ്ത്രീക്ക് എന്താണ് ബന്ധം? ഗൗതം പറഞ്ഞതുപോലെ വളരെ ദുരൂഹമായ കാര്യങ്ങളാണ് സെയ്ഫ് അലി ഖാൻ വിഷയത്തിൽ പുറത്തു വരുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ 1796 കോടി രൂപയുടെ സ്വത്ത് എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട് സെയ്ഫ് സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് അത് ആഭ്യന്തര വകുപ്പുമായി സംസാരിക്കാൻ കോടതിയിൽ നിന്ന് പറയുകയുണ്ടായി. പിന്നീടാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കണ്ട് ചർച്ചകൾ നടത്താനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് സെയ്ഫിന് കുത്തേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം പറഞ്ഞു ഇത് ഇൻഷുറൻസ് തട്ടിപ്പ് നടത്താനായി സെയ്ഫ് നടത്തിയ ഒരു കളിയാണ് എന്നുള്ളത്. കാരണം സെയ്ഫിനെ പറഞ്ഞ് 1 മണിക്കൂർ തികയുന്നതിന് മുൻപ്, കുത്തേറ്റ് 1 മണിക്കൂർ തികയുന്നതിന് മുൻപ് 26 ലക്ഷം രൂപയാണ് ഇൻഷുറൻസായി കമ്പനി അനുവദിച്ചത്. 1 ലക്ഷം രൂപ മാത്രമാണ് ഈ കുത്തുനാടകവുമായി ബന്ധപ്പെട്ട് സെയ്ഫിന് ചിലവായത്. ഈ ആളുകളെയൊക്കെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എന്താണ് സെയ്ഫും കരീനയും ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് ഈ ദുരൂഹതകൾ ഉയരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുന്നത് പോലെ അതിനെ ആവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ആശുപത്രിയുമായി ബന്ധപ്പെട്ടതും കുത്തുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടതും പ്രതി ഉള്ളിലേക്ക് കയറിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി ദുരൂഹതകൾ അതിൽ നിൽക്കുന്നു. ഇപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പിടിച്ച കുഖുമോണി ജഹാംഗീർ ഷെയ്ഖ് എന്ന് പറയുന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തത് ഈ മുഹമ്മദ് ഷെരീഫ് ഇസ്ലാം എന്ന് പറയുന്ന ബംഗ്ലാദേശുകാരൻ നുഴഞ്ഞുകയറി ഇന്ത്യയിലേക്ക് എത്തി, അനധികൃതമായി നുഴഞ്ഞുകയറി ഇന്ത്യയിലേക്ക് എത്തി വ്യാജ പേരിൽ ഇവിടെ തിരിച്ചറിയൽ രേഖകൾ എടുത്ത് ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു. ഈ പിന്നെ പണം സമ്പാദിക്കാനാണ് സെയ്ഫ് അലി ഖാൻ്റെ ഫ്ലാറ്റിലേക്ക് കയറിയത് എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ സ്ത്രീയെ പിടിക്കാനുള്ള കാരണം, കുഖുമോണിയെ പിടിക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് ഷെരീഫ് ഇസ്ലാം ഉപയോഗിച്ച സിം കാർഡ് എടുത്തിരിക്കുന്നത് ഈ സ്ത്രീയുടെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷെരീഫുൽ ഫക്കീറുമായി ഈ സ്ത്രീക്ക് പരിചയമുണ്ടായിരുന്നു എന്നും സിലിഗുരിക്ക് സമീപമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ഫക്കീർ പിന്നീട് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ആനന്ദുഡിയ സ്വദേശിയാണ് ഈ സ്ത്രീ എന്നാണ് പറയുന്നത്. ജനുവരി 16 പുലർച്ചെയാണ് സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന് കുത്തേക്കുന്നത്. 6 തവണ കുത്തേറ്റത്. അതൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ സ്ത്രീ ആരാണ്, ഈ സ്ത്രീക്ക് പ്രതിയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പോലീസ് പുറത്തു കൊണ്ടുവരും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ മറ്റ് ഒരുപാട് വിഷയങ്ങൾ ദുരൂഹമായിട്ട് തന്നെ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായിട്ട് എല്ലാവരും ഉന്നയിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് 6 ദിവസം ആശുപത്രിയിൽ ഗുരുതരമായ പരിക്കേറ്റ് കിടന്ന സെയ്ഫ് അലി ഖാൻ പുഷ്പം പോലെ നടന്നു വന്നത് എങ്ങനെയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഈ കേസ് ഒരു തിരക്കഥയാണോ, ഇത് എന്തെങ്കിലും ഇതൊരു വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു സംഭവമാണോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആളുകളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചൊരു ഘടകം എന്ന് പറയുന്നത്. ഇവിടെ ചില CCTV ദൃശ്യങ്ങളൊക്കെ നിർണായകമാണ് എങ്കിലും മറ്റ് ചില CCTV ദൃശ്യങ്ങളും കൂടി നമുക്ക് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ആ രാത്രി സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഈ പ്രതി ഇറങ്ങി വരുന്ന, പ്രതി എന്ന് സൂചിപ്പിക്കുന്ന ഒരാൾ, പക്ഷേ യഥാർത്ഥ അറസ്റ്റ് ചെയ്ത പ്രതിയും ഈ CCTVയിൽ കണ്ട പ്രതിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് ഇതിനോടകം, സാദൃശ്യവുമില്ല എന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമ്മളുടെ പക്കലുണ്ട്. അത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ വൈറലായി. ആ രാത്രി സെയ്ഫ് ഈ ഫ്ലാറ്റിൽ നിന്ന് കുത്തേറ്റിട്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യം എവിടെ? അതില്ല. അതെവിടെ? അത് ആ ഒരു ദൃശ്യം ലഭിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊരു കുത്തു നാടകമാണോ അതോ യഥാർത്ഥ സംഭവമാണോ എന്നൊരു നിർണായകമായ വിവരത്തിലേക്ക് ഈ പ്രതി അകത്ത് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളുണ്ടോ? പ്രതി ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളുണ്ട്, കയറി പോകുന്ന ദൃശ്യങ്ങൾ. അതുപോലെ അല്ല, ഇതില് സെയ്ഫ് അലി ഖാനെ യഥാർത്ഥത്തിൽ കുത്തേറ്റോ?
അതാണ് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് നാടകത്തിന് അല്ലെങ്കിൽ എന്ത് ദുരൂഹത മറയ്ക്കാനാണ്, അല്ലെങ്കിൽ എന്ത് കാര്യം മറയ്ക്കാനാണ് സെയ്ഫ് ഈ നാടകം, ഈ തിരക്കഥ സംവിധാനമൊക്കെ ചെയ്ത് സെയ്ഫ് ഈ കാര്യങ്ങൾ. ഇപ്പോൾ ഗൗതം തന്നെ രാവിലെ പറഞ്ഞു, മകനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് വൈഫിനെയും മകനെയും 4ാമത്തെ നിലയിലെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്നുള്ളത്. എന്നിട്ട് സെയ്ഫ് ഒറ്റയ്ക്കാണ് നേരിട്ടു എന്നുള്ളത്. അതെന്താ സെയ്ഫ് സിനിമയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ സെയ്ഫിനെ പോലെ അത്രയും മസിൽ മാനായ ഒരാൾക്ക് ചിലപ്പോൾ ഒരു പ്രതിയെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയുമായിരിക്കാം, എനിക്കറിയില്ല. അത് മാത്രമല്ല ഗൗതം, ഈ 19 വിരലടയാളങ്ങൾ പോലീസ് പരിശോധിച്ചു. ഈ 19 എണ്ണവും ഇപ്പോൾ പിടിച്ച പ്രതിയുടേതല്ല എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. ഇത് പോലീസ് പുറത്തുവിടുന്ന റിപ്പോർട്ടാണ്, മാധ്യമങ്ങൾ സൃഷ്ടിച്ചതല്ല. അപ്പോൾ ഈ 19 വിരലടയാളങ്ങൾ ഈ പ്രതിയുടേതല്ല എന്ന് പറയുമ്പോൾ, ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഈ പിടിച്ച ഖുഖുമോണി ജഹാംഗീർ എന്ന് പറയുന്ന സ്ത്രീ, അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്പോൾ നുഴഞ്ഞു കയറി ഇയാളുമായി ഇവർക്ക് ബന്ധമുണ്ട്. പോലീസ് പറയുന്നു ആ ഫ്ലാറ്റിലുള്ള ഒരു വിരലടയാളങ്ങളും ഈ മുഹമ്മദ് ഷെരീഫിൻ്റെതല്ല എന്ന്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സ്ത്രീ അറസ്റ്റ് ചെയ്യുന്നത്? പോലീസ് തന്നെ പറയുന്നു പ്രതിയുടെ കാര്യത്തിൽ സംശയമുണ്ട്. മൊത്തത്തിൽ ഒരു അഴകുഴഞ്ഞു കിടക്കുന്ന, അവിയൽ വരുവായി കിടക്കുന്ന കേസാണ്. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് പോലീസിന് പോലും അറിയാതെ നിൽക്കുകയാണ്. കരീന എവിടെ പോയിരുന്നു എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത്. കരീന അമിത മദ്യപാനത്തിലായിരുന്നോ, അല്ലെങ്കിൽ കരീനയും കൂടെ ചേർന്ന് നടത്തിയ നാടകമാണോ ഇതെന്നുള്ളത് മറ്റൊരു തരത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ ചോദിക്കുന്നത്, എന്തിനാണ് ഈ സ്ത്രീ അറസ്റ്റ് ചെയ്തത് ഈ പ്രതി അല്ല എന്ന് പറയുമ്പോൾ? സെരിഫുൽ ഇസ്ലാം അതവിടെ നിൽക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ വിവരങ്ങൾ പോലീസ് പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്കറിയാം. ഈ സെരിഫുൽ ഇസ്ലാം എങ്ങനെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി? അതൊരു വലിയ ചോദ്യമാണ്. എങ്ങനെ അയാൾ കുട്ടിച്ചാത്തനായിരുന്നു അല്ല പെട്ടെന്ന് അങ്ങ് കയറാൻ വേണ്ടിയിട്ട്? അയാൾക്ക് അതും രാത്രി 2 മണി 2:30 സമയത്ത്, 1:30 തൊട്ട് 2:30 വരെയുള്ള ആ ഒരു സമയത്താണ് ഈ പ്രതി അകത്ത് കയറാനുണ്ടാവുക, അകത്ത് കയറിയിട്ടുണ്ടാവുക. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഈ വാതിൽ മലർക്കെ തുറന്നിടുവോ ആരെങ്കിലും 2 മണി 2:30 സമയത്ത്? അത് പൂട്ടിയിരിക്കുകയാണ്. അല്ല, അവര് ഇപ്പൊ 12 നില ഫുൾ എടുത്തിട്ടാണ്. 12ാമത്തെ നിലയിലല്ല ഈ ഫ്ലാറ്റിൽ സെയ്ഫ് അലി ഖാൻ താമസിക്കുന്നത്. 12 നിലയും ഇദ്ദേഹം എടുത്തിട്ട് അതിലെ 4 നിലയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ബാക്കി നിലകളെല്ലാം സ്റ്റാഫുകൾക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ 4 നിലയിലാണ്, 4 നില ഒറ്റ വീടാക്കിക്കൊണ്ട് അങ്ങനെയാണ് സെയ്ഫ് അലി ഖാൻ താമസിക്കുന്നത്. അല്ലാതെ 12ാമത്തെ നിലയിലല്ല അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഈ 4 നിലയിൽ ഫ്ലാറ്റ്, ഈ 4 നിലയിലുള്ള റൂമുകളിൽ, അല്ലെങ്കിൽ അതൊരു വീടാക്കിയെടുത്ത ഈ സിനിമയിലുള്ള വലിയ സമ്പാദ്യമൊക്കെ 1200 കോടി സ്വത്തിൻ്റെ ഉടമയാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ CCTV ഉണ്ടാവില്ലേ? അപ്പോൾ അത്രയും സുരക്ഷ, VVIPകൾ താമസിക്കുന്ന ഫ്ലാറ്റാണ്. അത്രയും സുരക്ഷയുള്ള ഫ്ലാറ്റിൽ ഇവരൊക്കെ എവിടെ പോയി? സെക്യൂരിറ്റിക്കാർ എവിടെ പോയി? അവിടുത്തെ CCTV ദൃശ്യങ്ങൾ എവിടെ? അത് ആരാണ് ഇല്ലാതാക്കിയത്? മറ്റ് യാതൊരു തരത്തിലുമുള്ള ഒരു ഈ വാതിൽ കുത്തിപ്പൊളിക്കുകയോ അങ്ങനെയുള്ള യാതൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അയാൾ എങ്ങനെ അകത്ത് കയറി എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2014 മുതൽ 2024 വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ബോളിവുഡ് സിനിമാ മേഖലയിൽ വലിയൊരു വിജയങ്ങളൊന്നും സെയ്ഫ് അലി ഖാൻ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പോലെ വലിയ രീതിയിൽ സെയ്ഫ് അലി ഖാനെ കുറിച്ച് ആരും ചർച്ചയും ചെയ്തിരുന്നില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വരട്ടെ, കാത്തിരിക്കാം.